ഈ ദ്രാക്ഷയും ജിൻറാളപ്പഴവും ചേർത്ത് കശക്കി ഒരു സ്പെഷ്യൽ വാറ്റുണ്ട്. അത് അര ഗ്ലാസ് വീതം മാതളത്തിന്റെ തൊഴിലൊഴിച്ച് ഒരേ ഒരു പിടിയാ താളവാടി മുഴുവൻ അകപ്പുറം മറിയും. അത് താനൻ വീരണ്ണൻ ഡ്രിങ്ക്. ഇതെല്ലാം ഡ്രിങ്കാ. കൊള്ളില്ലാതെ പറയുകയും ചെയ്യും മോന്തുകയും ചെയ്യും. ആരായി വീരണ്ണൻ? വീരപ്പൻ, സാക്ഷാൽ വീരപ്പൻ. ചോദിക്കുന്നുണ്ട്, നീരസം തോന്നരുത്. അറിയാനുള്ള ശുഷ്കാന്തി കൊണ്ട് ചോദിക്കുകയാണ്. സത്യത്തിൽ വീരപ്പനെ കണ്ടിട്ടുണ്ടോ നേരിട്ട്? നീ എല്ലാ അന്തമാര് കേക്കരുത്. നീ എന്നെ നനച്ചത് ഞാൻ വിളയാട്ട് പോയല. തമിഴ്നാടുള്ള കർണാടകം പറഞ്ഞാലും പിടിച്ചു കൊടുക്കില്ല ഞാൻ. കടവുൾ കഴിഞ്ഞാൽ അവരതാൽ இந்த ഉലകത്തിലെ എനിക്ക് പെരിയവൻ. ഒഴിയടാ അളിയാ, കരിമീൻ ഫ്രഷ് ആണോ? വലക്കാരുടെ നേരിട്ട് വാങ്ങിയതാ. അല്ലെങ്കിൽ വയറ് കൊളാവേ. എങ്കിൽ പിന്നെ അതെടുത്ത് ഞണ്ണണ്ടാന്ന് വെച്ചാ പോലെ. താൻ എന്തിനാ എല്ലാ കാര്യത്തിലും ഇടപെടുന്നേ? ഇടപെടുകയല്ല, പറഞ്ഞു പോവുകയാണ്. അടുത്ത പ്രാവശ്യം നിങ്ങൾ അളിയന്മാര് വരുമ്പോ ചാലിയാർ പുഴയിലെ കരിമീൻ വിത്ത് ഫാമിലി ഈ കുളം നിറയെ ഇങ്ങനെ പൊളഞ്ഞു കിടക്കും. പൊരിച്ചു തരാം. അധികം പൊളയണ്ട. ഇവനുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ദൂഷ്യം ചെയ്യും. ഈ റാസ്കൽ നിന്നെ ഏതെങ്കിലും ഊരാക്കൂട്ടത്തിൽ കൊണ്ട് ചാടി. ഞാൻ കുട്ടികളുടെ കൂടെ ഒന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. അളയാ, സ്റ്റഫ് കഴിഞ്ഞു. അടുത്ത ബോട്ടില് ഞാനിവിടെ എത്തിക്കാം. പരമഭാഗ്യവാന്മാർ. മദ്യപാനം, മൃഷ്ടാന്ന ഭോജനം, സഹശയനം, ഭാര്യാഗ്രഹം. എന്റെ വീരലിനം കഴിഞ്ഞാൽ ശുദ്ധനായിട്ടൊരാൾ വേറെ ഉണ്ടെങ്കിൽ അത് ദേവനാ. അത് ശരിയാ. ഈ പോക്ക് ഇങ്ങനെ പോവുകയാണ്. ഒരു ദിവസം അവനും എടുക്കും AK-47. മൂന്നിനെ ഒരു നിരത്തും തണ്ണീർ മൊത്തം ചെതറുന്ന പോലെ ചെതറി കുളത്തിൽ കിടക്കും. ചതറും കുടിച്ചാൽ ഇല്ലേലും ഇവൻ ചത്ത്. അത് താനോ അതോ വീരപ്പൻ? ഒന്നും മിണ്ടാതിരിക്കടി. ഇള്ള കുട്ടിയല്ലേ ഊഞ്ഞാലാടാ. അതേടാ, നിന്നെ തന്നെയാണ് ആദ്യം ആട്ടാൻ പോണത്. ഇന്ന് വരെ ഒരു പഞ്ചായത്ത് മൂത്രപ്പര പോലെ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടാത്ത ഭാഗ്യദോഷിയാണ് ഞാൻ. അതുകൊണ്ട് ഈ ഊഞ്ഞാല് ദാസൻ ഉദ്ഘാടനം ചെയ്യും. വെള്ളം അടിച്ചിട്ട് ഊഞ്ഞാലൊക്കെ ആടണോ? നിനക്കറിയില്ല, രണ്ടെണ്ണം വിട്ടിട്ട് ഊഞ്ഞാലാടുമ്പേ ഭൂമിയുടെ ഷേപ്പ് മനസ്സിലാവും. ആട്ടിക്കോ ദാസേട്ടാ. ഇതെന്താ തൊട്ടില്ല? ആട്ട് പറയട്ടെ.